നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പലപ്പോഴും ഇന്ത്യയിലുള്ള യുവാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നമ്മുടെ കേന്ദ്ര മന്ത്രാലയം രംഗത്ത് വരാറുണ്ട്. കാരണം റഷ്യൻ സൈന്യത്തിലേക്ക് വലിയ രീതിയിൽ ഇന്ത്യയിൽ നിന്ന് ആളുകളെ, പ്രത്യേകിച്ച് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ആശങ്ക എപ്പോഴും നമ്മുടെ രാജ്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പലതരത്തിലുള്ള ജോബ് ഓഫേഴ്സ് വരുമ്പോൾ ഇത്തരത്തിൽ ആരും തന്നെ അത് എന്താണ് ഏതാണെന്ന് അറിയാതെ, അതിനെക്കുറിച്ചിട്ട് അറിയാതെ ഇത്തരത്തിലുള്ള കുഴികളിലൊന്നും ചെന്ന് ചാടരുത് എന്നുള്ളത് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം എപ്പോഴും മുന്നറിയിപ്പ് നൽകുന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് റഷ്യൻ സൈന്യത്തിൽ നിലവിൽ 27 ഇന്ത്യൻ പൗരന്മാർ സേവനമനുഷ്ഠിക്കുന്നുണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിലവിലെ റഷ്യയിലെ സ്ഥിതി നമുക്കറിയാം. നയതന്ത്രപരമായിട്ട് പല ബന്ധങ്ങളും റഷ്യയുമായി ഇന്ത്യയുമായി തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും റഷ്യ നിരന്തരം യുക്രൈനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്ഥിതി ഏറ്റവും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ യുക്രൈൻ മാറി ഇപ്പോൾ നാറ്റോയാണ് ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ അപകടം നിറഞ്ഞതായതുകൊണ്ടാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അടിക്കടി ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നമ്മുടെ പൗരന്മാർക്ക് നൽകുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് രൺധീർ ജയ്സ്വാൾ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണ്: ഞങ്ങൾക്ക് ലഭിച്ച വിവരമനുസരിച്ച് നിലവിൽ 27 ഇന്ത്യൻ പൗരന്മാർ റഷ്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ അവരുടെ കുടുംബാംഗങ്ങളുമായി ഞങ്ങൾ അടുത്ത ബന്ധത്തിലാണ്. ഞങ്ങളുടെ പൗരന്മാരെ മോചിപ്പിക്കാൻ ഞങ്ങൾ ഈ വിഷയം ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട്. റഷ്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കാനുള്ള ഓഫറുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ എല്ലാ ഇന്ത്യൻ പൗരന്മാരോടും ഞങ്ങൾ വീണ്ടും ശക്തമായി അഭ്യർത്ഥിക്കുന്നു. കാരണം അവർ ജീവന് അപകടമാണ്. 2 ആഴ്ച മുമ്പ് ഇന്ത്യൻ പുരുഷന്മാരെ റഷ്യൻ സൈന്യത്തിൽ ചേരാൻ പ്രലോഭിപ്പിച്ച് റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ മുൻനിരയിലേക്ക് അയച്ചതായി റിപ്പോർട്ടുകൾ വന്നതിനെ തുടർന്ന് മന്ത്രാലയം ഈ മുന്നറിയിപ്പ് ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തിടെ ഇന്ത്യൻ പൗരന്മാരെ റഷ്യൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്തതായി ഞങ്ങൾ കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത്തരം റിക്രൂട്ട്മെന്റിന്റെ അപകടങ്ങൾ സർക്കാർ ആവർത്തിച്ച് എടുത്തു കാണിച്ചിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു. ഈ വർഷം ആദ്യം 127 ഇന്ത്യക്കാർ റഷ്യൻ സായുധ സേനയിൽ ചേർന്നതായി വിദേശകാര്യ മന്ത്രാലയം പാർലമെന്റിനെ അറിയിച്ചിരുന്നു. ഇതിൽ 98 പേരെ ന്യൂഡൽഹിയും മോസ്കോയും തമ്മിലുള്ള നിരന്തര ഇടപെടലിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തു. ഉന്നത തലങ്ങളിലെ ചർച്ചകൾ ഉൾപ്പെടെ ആ സമയത്ത് 13 ഇന്ത്യക്കാർ സർവീസിൽ തുടർന്നു. ഇവരിൽ 12 പേരെ കാണാതായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇന്ത്യൻ പൗരന്മാരെ ഇനി സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നില്ലെന്ന് ഇന്ത്യയിലെ റഷ്യൻ എംബസിയും കഴിഞ്ഞ വർഷം അറിയിച്ചിരുന്നു. 2024 ജൂലൈയിൽ മോസ്കോയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചകൾക്ക് ശേഷമാണ് ഈ പ്രസ്താവന വന്നത്. യുക്രൈനിൽ ഇതിനകം വിന്യസിച്ചിരിക്കുന്ന ഇന്ത്യക്കാരുടെ മോചനം ഉറപ്പാക്കാൻ ഇന്ത്യൻ അധികാരികളുമായി അടുത്ത ഏകോപനത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും എംബസി അറിയിച്ചിരുന്നു. റഷ്യയിൽ ഉപരിപഠനത്തിന് പോയ യുവാവിനെ നിർബന്ധിച്ച് റഷ്യൻ സൈന്യത്തിൽ ചേർത്തതായി ആരോപണം ഉയർന്നിരുന്നു. ഉത്തരാഖണ്ഡിലെ ഉധം സിംഗ് നഗർ ശക്തി ഫാം സ്വദേശിയായ രാകേഷ് കുമാറിനെയാണ് റഷ്യൻ സൈന്യത്തിൽ ചേർത്തതായും യുക്രൈനിലേക്ക് അയച്ചുവെന്നും കുടുംബം ആരോപിക്കുന്നത്. സെപ്റ്റംബർ ആദ്യവാരം മുതൽ രാകേഷുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്നും തിരികെ കൊണ്ടുവരാൻ നടപടികൾ സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിന് കുടുംബം കത്തയച്ചിട്ടുണ്ട്. അടിയന്തര സഹായം തേടി മോസ്കോയിലെ ഇന്ത്യൻ എംബസിയെയും പ്രാദേശിക അധികാരികളെയും സമീപിച്ചതായും കുടുംബം അറിയിച്ചു. വിദ്യാർത്ഥി വിസയിൽ സെന്റ് പീറ്റേഴ്സ്ബർഗ് സർവകലാശാലയിൽ പ്രവേശനം നേടിയ രാകേഷ് ഓഗസ്റ്റ് 7-നാണ് റഷ്യയിലേക്ക് പോയത്. റഷ്യയിലെത്തി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം എന്തോ അപകടമുണ്ടെന്ന് സൂചിപ്പിച്ചിരുന്നതായി വീട്ടിൽ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞതായി കുടുംബം ആരോപിക്കുന്നു. പിന്നീട് ഓഗസ്റ്റ് 30-നാണ് രാകേഷ് അവസാനമായി കുടുംബവുമായി നേരിട്ട് ബന്ധപ്പെടുന്നതെന്നും അന്ന് തന്നെ റഷ്യൻ സൈന്യത്തിലേക്ക് നിർബന്ധിതമായി ചേർത്തുവെന്നും ഉടൻ തന്നെ യുദ്ധക്കളത്തിലേക്ക് അയക്കുമെന്നും അറിയിച്ചതായി സഹോദരൻ ദീപു മൗര്യ പറഞ്ഞു. അതിനുശേഷം രാകേഷിന്റെ ഫോൺ ലഭ്യമല്ലാതാവുകയായിരുന്നു. റഷ്യൻ സൈനിക യൂണിഫോമിൽ രാകേഷിന്റെ ഫോട്ടോ ലഭിച്ചുവെന്നും കുടുംബം പറഞ്ഞു. പിന്നീട് അജ്ഞാത നമ്പറിൽ നിന്നും ഒരു തവണ ബന്ധപ്പെട്ടതായും കുടുംബം കൂട്ടിച്ചേർത്തു. അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. സർക്കാർ അവനെ സുരക്ഷിതമായ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്നും ദീപു പറഞ്ഞു. എന്നാൽ ഈ സംഭവം ഒറ്റപ്പെട്ടതല്ല. പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നും യുവാക്കളെ വിദ്യാഭ്യാസം, ജോലി എന്നിങ്ങനെ വാഗ്ദാനം ചെയ്ത് റഷ്യയിൽ എത്തിക്കുകയും തുടർന്ന് സൈനിക സേവനത്തിൽ നിർബന്ധിച്ച് ചേർക്കുകയും ചെയ്തതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് സംഘർഷത്തിൽ 12 ഇന്ത്യൻ പൗരന്മാർ കൊല്ലപ്പെടുകയും 16 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 11-ന് റഷ്യൻ സൈന്യത്തിലേക്കുള്ള ഇന്ത്യക്കാരുടെ റിക്രൂട്ട്മെന്റ് നിർത്തിവെച്ചതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഈ വിഷയം മോസ്കോയിലെയും ഡൽഹിയിലെയും റഷ്യൻ അധികാരികളുമായി ഉന്നയിച്ചിട്ടുണ്ടെന്നും ദുരിതം അനുഭവിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങൾക്കെതിരെ സർക്കാർ നേരത്തെയും മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ അറിയിപ്പ്. ഈ വർഷം ആദ്യം 127 ഇന്ത്യക്കാർ റഷ്യൻ സൈന്യത്തിൽ ചേർന്നതായി വിദേശകാര്യ
വിദേശകാര്യ മന്ത്രാലയം പാർലമെന്റിൽ അറിയിച്ചിരുന്നു. ന്യൂഡൽഹി മോസ്കോയും തമ്മിൽ നടത്തിയ ചർച്ചകളെ തുടർന്ന് 98 പേരെ സേവനത്തിൽ നിന്നും ഒഴിവാക്കി. പ്രധാനമന്ത്രിയുടെ ഇടപെടൽ വരെ ഇക്കാര്യത്തിൽ ഉണ്ടായി. അന്ന് 13 ഇന്ത്യക്കാർ റഷ്യൻ സൈന്യത്തിൽ തുടർന്നു. അതിൽ 12 പേരെ കാണാനില്ലെന്ന് മന്ത്രാലയം അറിയിച്ചു. കാണാതായവരെ കണ്ടെത്താൻ ന്യൂഡൽഹി മോസ്കോയുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും ജയ്സ്വാൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇന്ത്യൻ പൗരന്മാരെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നില്ലെന്ന് റഷ്യൻ എംബസി കഴിഞ്ഞ വർഷം അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2024 ജൂലൈയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോസ്കോയിൽ നടത്തിയ ചർച്ചയെ തുടർന്നായിരുന്നു ഇത്. പലപ്പോഴും നമ്മുടെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന മുന്നറിയിപ്പാണ്. കാരണം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന റഷ്യ യുക്രൈൻ ആക്രമണത്തിൽ അവിടെ സ്ഥിതി കൂടുതൽ വഷളായിരിക്കുകയാണ്. ഇത്തരത്തിൽ നമ്മുടെ യുവാക്കൾ അവിടേക്ക് പോവുകയാണെങ്കിൽ വളരെ അപകടം നിറഞ്ഞ, ഒരു പക്ഷേ അവരുടെ ജീവൻ എന്ത് സംഭവിച്ചു എന്ന് പുറംലോകം പോലും അറിയാൻ സാധിക്കാത്ത നിലയിലേക്കായിരിക്കും കാര്യങ്ങൾ കൊണ്ടെത്തുക. മാത്രമല്ല പിന്നീട് അവരെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ, നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചെത്തിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ രാജ്യമടക്കം അവിടെ മോസ്കോയുമായി ബന്ധപ്പെട്ട പല ചർച്ചകളൊക്കെ നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും അവരെ കണ്ടുപിടിക്കാൻ സാധിക്കുകയും അവരെ ജീവനോടെ സുരക്ഷിതരായിട്ട് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ. ഏതായാലും കേന്ദ്രം ഇത്തരത്തിൽ നൽകുന്ന മുന്നറിയിപ്പുകൾ യാതൊരു തരത്തിലും അവഗണിക്കരുത്. കാരണം കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള വ്യാജ ജോലി വാഗ്ദാനം നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങളുണ്ട്. ഒരു തരത്തിലും അവരുടെ കെണിയിൽ നമ്മുടെ രാജ്യത്തെ യുവതി യുവാക്കൾ ചെന്ന് വീഴരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് കേന്ദ്ര മന്ത്രാലയം ഉന്നയിക്കുന്നത്.